ഓക്കെ. എൻ്റെ പേര് മുഹമ്മദ് സാലിഹ്. ഞാനിപ്പോ അബുദാബിയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാണ്. ശരി. ആ, ഞാൻ ഓക്കെ. ഓക്കെ, ഗുഡ്. എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്കെ. കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് എന്തെങ്കിലും സൈഡായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നീട് അത് ബെറ്റർ ആണെങ്കിൽ ഫുൾ പ്രൈമറി ടൈം ആക്കി മാത്രം. കൊണ്ടുവരാന്നുള്ള രീതിയില്. ഓക്കെ, ഗുഡ്. അപ്പോ ഇതിന്റെ ഒരു ബേസിക് ഒന്നും അറിയില്ല. ശരി, ഗുഡ്. ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, പിന്നെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു പരിപാടിയുണ്ട്. അത് ആമസോൺ, നൂൺ എല്ലാത്തിലും അത് വരും. അഫിലിയേറ്റഡ് പ്രോഗ്രാം കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് ലൈസൻസ് ഇപ്പം ആവശ്യമില്ല. പക്ഷെ എന്തായാലും വരും. ലൈസൻസ് എടുക്കുന്നതാണ് വീഡിയോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട്. അല്ല, അഫിലിയേറ്റഡ് പ്രോഗ്രാമിന്റെ ഭാഗമാണെങ്കിൽ അതിന് ആവശ്യം. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കേസ്, രണ്ട് ലൈസൻസ് ഉണ്ട്. ഒന്ന്, പിന്നെ ഫ്രീ സോണുകൾ, അജ്മാന് ഫ്രീ സോൺ ഇതൊക്കെ ഉണ്ടല്ലോ, ഫ്രീ സോണുകൾ ലൈസൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിന് ഏകദേശം ഒരു 5000 ദിറംസ് മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് അന്വേഷിക്കുക നന്നായിട്ട്. പിന്നെ ബേസിക് ആയിട്ട് തുടങ്ങാൻ പറ്റിയ ഒന്നാണ് ഇ ട്രേഡ് പറഞ്ഞിട്ടുള്ള, ദുബായിയുടെ ഇ ട്രേഡ് പറഞ്ഞിട്ടുള്ള ലൈസൻസ്. അത് വെച്ചിട്ട് 1370 1500 ദിറംസിന്റെ ഉള്ളിലേ വരുന്നുള്ളൂ. സെൽഫായിട്ട് തന്നെ അത് ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു 3-4 ദിവസം കൊണ്ട് ലൈസൻസ് കിട്ടും. ഇതിന് ഫേസ്ബുക്ക് അതുപോലെ ആമസോൺ മാത്രമാണ് ചെയ്യാൻ പറ്റുക. ബാങ്ക് അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബിസിനസ് എന്ന അർത്ഥത്തിൽ യു എയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പിന്നെ പ്രൊഡക്റ്റിന്റെ അവയർനെസ്സും കാര്യങ്ങളൊക്കെയാണ്. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന നോളജ് ഉള്ള, അതിന് എക്സ്പീരിയൻസ് ഉള്ള പ്രൊഡക്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനും അതിനെ കുറിച്ച് അപ്ഡേറ്റ് കിട്ടാനും അതുപോലെ അപ്ഡേറ്റ് എന്താണ് നമുക്ക് അറിയാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് അറിയുന്ന, അതിനിപ്പോൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണെങ്കിലും ടോയ്സ് ആണെങ്കിലും കോസ്മെറ്റിക്സ് ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് നോളജ് ഉള്ള, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയിലോട്ട് എൻ്റർ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, ശരി. ആ, പിന്നെ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് വർക്ക് ഒരു ഫ്ലോ ഒന്ന് കിട്ടണം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈസൻസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു അറിയുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് അത് ആമസോൺ ത്രൂ സെല് ചെയ്യണം. അപ്പോ ഇതിന്റെ ഒരു കസ്റ്റമറിലേക്ക് എത്തുന്ന വരെയുള്ള ഒരു പ്രോസസ്സ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതിന് ഞാനിപ്പോ തുടങ്ങി വെച്ചു സെല്ലർ അക്കൗണ്ട്. പക്ഷെ പാതി വഴിയില് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നിർത്തി വെച്ചതാ. സാറ് ഒരു വീഡിയോ, മുമ്പത്തെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ പിന്നീടാണ് അത് വേണമെന്നുള്ളത് അറിഞ്ഞത്. ആഹ് ഓക്കെ. ഇതിന് അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ്. ആമസോണിൽ എങ്ങനെയാണ് സെല്ല് ചെയ്യാം, അതായത് ആമസോൺ ലൈസൻസ് കിട്ടിയതിന് ശേഷം, പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം ലിസ്റ്റിംഗ് മുതലുള്ള അഡ്വർടൈസ്മെന്റ്, അതുവഴി എങ്ങനെയാണ് റിവ്യൂസ് കളക്ട് ചെയ്യുക, എങ്ങനെയാണ് ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് പ്രോസസ്സ് ചെയ്യാം, ഇത് വരുന്ന എല്ലാ അതിന്റെ കറക്റ്റ് ഫ്ലോ വരുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ. ഓക്കെ, അത് വാട്സാപ്പിൽ സാറ് കോണ്ടാക്ട് ചെയ്താൽ മതിയോ? വാട്സാപ്പിൽ കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമുക്ക് നോർമലി വരുന്നത് 799 ആണ് അതിന്റെ ചാർജ്. പക്ഷെ കമ്മ്യൂണിറ്റിയിൽ വരുന്നേക്ക് ചെറിയൊരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മാത്രം. അതാണ് ഇന്നലെ വോയിസ് അയക്കാം. കാരണം കമ്മ്യൂണിറ്റിയിലാണ് ഇതിന്റെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, ശരി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സാലി. ആ, ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയാണ്. അവിടെ നിന്നാണ് ഓക്കെ. കേൾക്കുന്നത്. ഓക്കെ, ശരി. ഓക്കെ, ഏതായാലും സാറേ കമ്മ്യൂണിറ്റിയിൽ കോണ്ടാക്ട് ചെയ്യാം. ശരി. ഓ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്.